അങ്ങനെ ഫൈനലി ആപ്പിൾ ആ ഒരു ഡേ അനൗൺസ് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു കൊല്ലത്തെ WW24 അല്ലെങ്കിൽ WWDC 2024 ഈ വരുന്ന ജൂൺ 10 മുതൽ 14 വരെയാണ്. നമ്മുടെ ചാനലിൽ ഞാൻ ഷോർട്സ് ആയിട്ടും വലിയ ലോങ് വീഡിയോസ് നമ്മുടെ ആപ്പിൾ ന്യൂസിലൊക്കെ പറഞ്ഞായിരുന്നു. ഈ വരുന്ന മാർച്ച് 26 ആപ്പിളിൻ്റെ ഈ പറഞ്ഞ WW24 ആ ഒരു അനൗൺസ്മെൻറ്റ് ഉണ്ടാവുന്നു. നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ആ ഒരു കാര്യം അറിയാം. സോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും ഇതേപോലുള്ള കറക്റ്റ് കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്കറിയേണ്ട എല്ലാ ആപ്പിളിൻ്റെ കാര്യങ്ങളും നിങ്ങൾക്കറിയാൻ പറ്റും. സോ ഈ ഒരു വീഡിയോയിൽ നമ്മുടെ ഈ പറഞ്ഞ 2024 WW24 ഫുൾ ഫ്ലഷ് ഡീറ്റെയിൽസും അതേപോലെ അവരുടെ ആ ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റിൽ വന്നിരിക്കുന്ന കുറച്ചധികം ഈസ്റ്റർ എഗ്സും നമ്മളിന്ന് പറയുന്നുണ്ട്. സോ ദിസ് ഇസ് യുബിൻ സേവിയർ ഫ്രം എരിക്ക. ഏറ്റവും ആദ്യത്തെ കാര്യം, ആപ്പിളിൻ്റെ ഈ ഒരു WWDC 2024 ആ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചധികം കാര്യങ്ങൾ അവരുടെ ലോഗോയിൽ കാണാൻ പറ്റും. നമുക്കറിയാം ഓരോ കൊല്ലവും ആപ്പിളിൻ്റെ ആ ഒരു ലോഗോയിൽ അല്ലെങ്കിൽ ആ ഒരു ഫോട്ടോയിൽ ആപ്പിൾ കുറേയധികം കാര്യങ്ങൾ ഒളിപ്പിച്ചു വെക്കാറുണ്ട്, അഥവാ ഈസ്റ്റർ എഗ് കൊടുക്കാറുണ്ട്. ഈ ഒരു വട്ടം വന്നിരിക്കുന്ന WWDC 2024 എന്ന് പറഞ്ഞാൽ ആ ഒരു കളർ പാറ്റേൺ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിൽ കുറേയധികം കളേഴ്സ് അല്ലെങ്കിൽ ഗ്രേഡിയൻറ്റ് ഇങ്ങനെ മറഞ്ഞു പോകുന്നുണ്ട്. ആ ഒരു സെയിം പാറ്റേൺ നമ്മുടെ ഐഫോണിലുണ്ട്, നമ്മുടെ ആപ്പിൾ പ്രൊഡക്റ്റിലുണ്ട്. എവിടെയെന്നറിയാമോ? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. അറിയാവുന്നവർ താഴത്ത് കമൻറ്റ് ചെയ്ത് നമ്മുടെ വീഡിയോയുടെ അവസാനം ഞാനത് പറയാം. അതേപോലെ നമ്മുടെ ഈ ഒരു ആപ്പിളിൻ്റെ വൈസ് പ്രസിഡൻറ്റ്, ഈ ഒരു മാർക്കറ്റിങ്ങിൻ്റെ വൈസ് പ്രസിഡൻറ്റ് നമ്മുടെ ഈ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. നമ്മുടെ ഈ പറഞ്ഞ ഡേറ്റ് നിങ്ങൾ ആഡ് ചെയ്ത് WWDC 2024 അബ്സല്യൂട്ട്ലി ഇൻക്രെഡിബിൾ ആയിരിക്കും എന്നാണ് പറയുന്നത്. ആ ഒരു അബ്സല്യൂട്ട്ലി ഇൻക്രെഡിബിൾ എന്നുള്ള രണ്ട് വാക്കിൻ്റെ ആദ്യത്തെ രണ്ട് ആസ്പെക്റ്റ്, അതായത് എയും ഐയും ഇവരെ ക്യാപിറ്റൽ ലെറ്ററിലാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാം ഒരു ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് അടുത്ത വരുന്ന ആ ഒരു വേർഡിൻ്റെ ആദ്യത്തെ ലെറ്റർ മാത്രമാണ് ക്യാപിറ്റൽ ലെറ്റർ വരിക. പക്ഷേ ഇവിടെ രണ്ട് ലെറ്ററും ക്യാപിറ്റൽ ലെറ്ററാണ്, എ ഐയും ക്യാപിറ്റലാണ്. സോ ദാറ്റ് മീൻസ് അവർ റെഫർ ചെയ്യുന്നത് അബ്സല്യൂട്ട്ലി ഇൻക്രെഡിബിൾ ആയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഈ വരുന്ന iOS 18 നമുക്ക് കാണാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ മാർക്കസ് ബ്രൗണി നമ്മുടെ MKBHDയും ഇത് റെഫറൻസ് ചെയ്ത് കാണിക്കുന്നുണ്ട്. ആൻഡ് വേറൊരു കാര്യം, നമ്മുടെ ഈ ഒരു ഇവൻറ്റിൽ നമുക്ക് iOS 18, iPadOS 18, macOS 15, പിന്നെ നമ്മുടെ WatchOS 11, HomePodOS, tvOS എന്നിങ്ങനെ എല്ലാ ഡിവൈസുകൾക്കും അപ്ഡേഷൻ കിട്ടും. അതേപോലെ തന്നെ വിഷൻ OS 2 എന്ന് പറയുന്ന പുതിയ ഒരു OSും ഈ ഒരു ഇവൻറ്റിൽ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. iOS അഫ്കോഴ്സ് വലിയൊരു മാറ്റം, അതായത് ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ വന്നിരിക്കുന്ന ഏറ്റവും വലിയൊരു മാറ്റമായിരിക്കും കൊണ്ടുവരാൻ പോകുന്നത്. പക്ഷേ WatchOS 11 നമുക്ക് വലിയ മേജർ ചേഞ്ചസ് കാണില്ല. കാരണം ലാസ്റ്റ് ഇയർ WatchOS 10 അവർ ഫുൾ കാര്യം റീമാപ്പ് ചെയ്യുകയും റീചേഞ്ച് ചെയ്യുകയും റീസൈസ് ചെയ്യുകയും അങ്ങനെ കുറേയധികം കാര്യങ്ങൾ ആപ്പിൾ വാച്ചിൽ കൊണ്ടുവന്നത്. സോ WatchOS 11 നമുക്ക് വലിയ ചേഞ്ചസ് കാണില്ല. അതേപോലെ ഇപ്പോൾ നമ്മുടെ macOS 15 പേരോ ബാക്കി കാര്യങ്ങളോ ഒരു ലീക്സ് ആൻഡ് റൂമേഴ്സോ നമുക്ക് ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ macOSനെ പറ്റി നമുക്ക് വലിയൊരു അറിവ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നില്ല. എല്ലാവരും ഇപ്പോൾ ഇൻ്റർനെറ്റിൽ പറയുന്നുണ്ട് iOSൽ നമുക്ക് ഈ പറഞ്ഞ റൗണ്ട് ഐക്കൺ വരും, അതേപോലെ എന്താ പറയുക സ്പ്ലിറ്റ് സ്ക്രീൻ വരും, നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് നമ്മുടെ ഈ പറഞ്ഞ ഐക്കൺസ് ചേഞ്ച് ചെയ്യാം, ആൻഡ് കുറേയധികം പുതിയ വിജറ്റ്സ് വരും, അങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് ഇപ്പോൾ യൂഷ്വലി എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ആ ഒരു കാര്യം ഞാൻ ഇതിൽ എലാബറേറ്റ് ചെയ്ത് പറയാത്തത്. ഇനി നമ്മുടെ iOS 18 ആ ഒരു ബീറ്റ 1 നമുക്ക് എന്ന് ലഭിക്കുന്നത് വെച്ചാൽ യൂഷ്വലി ആപ്പിൾ എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ആ ഒരു ഇവൻറ്റ് കീനോട്ട് കഴിയുമ്പോൾ തന്നെ ഒരു 2-3 മണിക്കൂർ അല്ലെങ്കിൽ ചിലപ്പോൾ 1-2 ഒരു 3 മണിക്കൂറിനുള്ളിലായിരിക്കും ആപ്പിളിലെ iOS 18 iOS 18 അല്ല എല്ലാ OSൻ്റെയും പുതിയ ബീറ്റ ആപ്പിൾ കൊടുക്കുക. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു ഇവൻറ്റ് കഴിഞ്ഞിട്ട് അപ്പോൾ തന്നെ ഡെവലപ്പേഴ്സ് ബീറ്റ കിട്ടും. പബ്ലിക് ബീറ്റ കിട്ടണമെങ്കിൽ നമുക്ക് 1 മാസം വെയിറ്റ് ചെയ്യേണ്ടി വരും. അതേപോലെ നമ്മുടെ iOS 17.5 ബീറ്റ 1 ഇപ്പോഴും നമുക്ക് റിലീസായിട്ടില്ല. യൂഷ്വലി ലാസ്റ്റ് ഇയർ 16.5 ബീറ്റ 1 എങ്ങനെ റിലീസായെന്ന് വെച്ചാൽ WWDCയുടെ ഈ ഒരു അനൗൺസ്മെൻറ്റ് കഴിഞ്ഞ് പിറ്റേ ദിവസം, അതായത് ഇന്നലെ ആയിരുന്നു നമുക്ക് ഈ പറഞ്ഞ അനൗൺസ്മെൻറ്റ് ലഭിച്ചത്. അതുകൊണ്ട് ഇന്ന് നമുക്ക് ലഭിക്കാനാണ് ചാൻസ് കൂടുതൽ. പക്ഷെ നമുക്ക് ഈ പറഞ്ഞ മോണ്ടി തേഴ്സ്ഡേയും പെസഹ വ്യാഴവും ദുഃഖവെള്ളിയും ഈസ്റ്ററൊക്കെ വരുന്നതുകൊണ്ട് ചിലപ്പോൾ
ചിലപ്പോൾ ഇതൊരു പോസിബിലിറ്റി ആണ്, ഹൈപ്പോത്തറ്റിക്കലി ഞാൻ പറയാം, ചിലപ്പോൾ മാറാനുള്ള ചാൻസ് ഉണ്ട്. ഇല്ലെങ്കിൽ ഈ പറഞ്ഞ ദിവസം ഇന്ന് മാർച്ച് 27 ഈ ഒരു ദിവസം തന്നെ നമുക്ക് വരാനുള്ള ചാൻസും ഉണ്ട്. ഇനി ഈ ഒരു ഇവന്റ് എങ്ങനെയാണ് കണ്ടക്ട് ചെയ്യുന്നത് വെച്ചാൽ ലാസ്റ്റ് ഇയറിലെ കാണുന്ന പോലെ തന്നെ ആപ്പിളിന്റെ ഒരു ഈ പറയുന്ന കഴിഞ്ഞ കൊല്ലം ഔട്ട്ഡോറിലായിരുന്നു, ആപ്പിളിന്റെ പാർക്കിൽ ഔട്ട്ഡോറിലായിരുന്നു. ഈ ഒരു വട്ടം ചിലപ്പോൾ സ്റ്റേജ് ഓഫ് തിയേറ്ററിലോ അല്ലെങ്കിൽ ഇതേപോലെ ഔട്ട്ഡോർ ആയിരിക്കും. അത് നമുക്ക് കറക്റ്റ് ആ ഒരു സ്ഥലം പറയാൻ പറ്റില്ല. എന്നാലും കുറച്ച് ആൾക്കാർ, ലിമിറ്റഡ് ആയ കുറച്ച് ആൾക്കാരെ മാത്രമായിരിക്കും സെലക്ട് ചെയ്യുക. സ്വിഫ്റ്റിൻ്റെ സ്റ്റുഡൻറ് ചലഞ്ച് നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ ലാസ്റ്റ് ഇയർ വന്ന നല്ല സ്റ്റുഡൻസ് ഉണ്ട്, അല്ലെങ്കിൽ കുറച്ചും കൂടെ എന്താ പറയുക ഹാൻഡ് പിക്ക് ചെയ്യുന്ന കുറച്ച് ആൾക്കാർ സ്റ്റുഡൻസിന്, അല്ലെങ്കിൽ ഈ പറഞ്ഞ കോഡിങ്ങിൻ്റെ കുറച്ച് ആൾക്കാർ ആപ്പിൾ അനൗൺസ് ചെയ്യും. അതായത് ഈ പറഞ്ഞ ലാസ്റ്റ് ഇയറിൽ കുറച്ച് പെർഫോമൻസ് അനുസരിച്ച് നല്ല നല്ല പുതിയ ഓൺടർപ്രണേഴ്സിനെയും ക്രിയേറ്റേഴ്സിനെയും കോഡിങ് ആൾക്കാരെയൊക്കെ ആപ്പിൾ പിക്ക് ചെയ്യും. അവർക്കും ഈ പറയുന്ന ആപ്പിളിൻ്റെ WW24 കാണാനുള്ള, പേഴ്സണലായിട്ട് കാണാനുള്ള ആ ഒരു ഓപ്ഷൻ ആപ്പിൾ കൊടുക്കും. കൂപ്പർട്ടീനിൽ ചെന്ന് കാണാനുള്ള. അതേപോലെ കുറച്ചധികം ഇൻഫ്ലുവൻസേഴ്സിനും ആപ്പിൾ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ടാവും. പിന്നെ നമുക്കൊക്കെ കാണാൻ പറ്റുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ആപ്പിളിൻ്റെ ടിവിയിലും, ആപ്പിൾ ടിവിയിലും പിന്നെ ആപ്പിൾ യൂട്യൂബിലും നമുക്ക് ഈ പറയുന്ന ഇവൻ്റ് 2024 ജൂൺ 10 ഈ ഒരു ഇവൻറ്റ് ഇന്ത്യൻ ടൈം വെച്ച് നോക്കുകയാണെങ്കിൽ രാത്രി 10:30 ഈ ഒരു ഇവൻറ്റ് നമുക്ക് വരാനുള്ള ചാൻസ്. ഇനി ആദ്യം പറഞ്ഞ ആ ഒരു കളർ റെഫറൻസിൻ്റെ കാര്യം, ഈ ഒരു കളർ കോഡിങ് നമ്മുടെ എല്ലാ ആപ്പിൾ ഡിവൈസിലുണ്ട്. എവിടെയെന്നല്ലേ, നമ്മുടെ സിറിയിലാണ് ഈ പറഞ്ഞ സെയിം കളേഴ്സ് വരുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ആ ഒരു സെയിം കളർ കോഡിങ് ആപ്പിളിൻ്റെ നമ്മുടെ സ്വന്തം സിറിയിൽ വരുന്നൊരു കളറാണ്. അതുകൊണ്ട് തന്നെ iOS 18 സിറിയിൽ നല്ലൊരു ചേഞ്ച് വരുന്നുണ്ട്, അത് ഫോർ ഷുവറാണ്. ആൻഡ് ഈ ഒരു കൊല്ലം വന്നിരുന്ന WW എന്നുള്ള വേർഡ് രണ്ടും സിങ്ക് ചെയ്ത് ഒന്നായിട്ടാണ് ആപ്പിൾ കാണിച്ചത്. നമ്മുടെ വോക്സ് വാഗൻ്റെ ഒക്കെ ചിഹ്നം കൊടുത്തതെന്നല്ല. എനിക്കിത് കണ്ടപ്പോൾ ആദ്യം റെഫറൻസ് ആയിട്ട് തോന്നിയത് ഗൂഗിളും ഈ പറഞ്ഞ ആപ്പിളും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് വേണ്ടി ഒന്നാവുന്നുണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കോമ്പിനേഷൻ കാണിക്കാനായിരിക്കാം ആപ്പിൾ ഈ പറഞ്ഞ WW ഒന്ന് ചെയ്തിരിക്കുന്നത്. ഇത് എൻ്റെ ഒരു തിയറിയാണ്, ചിലപ്പോൾ ശരിയാവാം, ചിലപ്പോൾ തെറ്റാവാം. നിങ്ങളുടെ ഈ പറയുന്ന പെർസെപ്ഷനിൽ നിങ്ങൾക്ക് തോന്നുന്നത് എന്താണ് നമ്മുടെ വീഡിയോ തൊട്ട് താഴത്ത് കമൻറ്റ് ചെയ്യുക. ഇതേപോലുള്ള പുതിയ പുതിയ കാര്യം അറിയാനായിട്ട് നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, എന്നാൽ മാത്രമാണ് ഇതേപോലുള്ള കറക്റ്റും അടിപൊളി ഐഡിയാസും അല്ലെങ്കിൽ പുതിയ പുതിയ കാര്യങ്ങളും നിങ്ങൾക്കറിയാൻ പറ്റുക. സോ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വെബ്സൈറ്റ് ഉണ്ട്, അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അവിടെ കയറിയാലും കുറേ അധികം കാര്യം അറിയാൻ പറ്റും. വാച്ച് ഫീസ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് അതൊക്കെ നോക്കാവുന്നതാണ്. സോ നമ്മുടെ ഈ പറഞ്ഞ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയും നിങ്ങൾ എന്തായാലും ജോയിൻ ചെയ്യുക. ഇതേപോലുള്ള പുതിയ പുതിയ കാര്യം അറിയാട്ട് എന്തായാലും അപ്ഡേറ്റ് ആയിട്ട് നമ്മുടെ ചാനൽ ചെക്ക് ചെയ്യുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ. ദിസ് ഇസ് Evin Xavier signing from Evica.